അനുരൂപരാകാതെ നമ്മൾ ആരാധിക്കണം. ആരാധന ആവശ്യമാണ്. എന്തുകൊണ്ട് ആരാധനയ്ക്ക് ആവശ്യമാണ്? അതിൻ്റെ ഒരു പ്രാവശ്യം കൂടി റോമർക്കെഴുതിയ ലേഖനത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ നമുക്ക് എന്തെല്ലാം ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുണ്ട്, ജീവൻ തന്നിട്ടുണ്ട്, വിശുദ്ധി തന്നിട്ടുണ്ട്, ദൈവത്തിൽ നിന്നുള്ള പ്രസാദം. ഈ 3 വിഷയങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് തന്നിട്ടുള്ളത് കൊണ്ട് പറയാണ്, നിങ്ങൾ ഇനിയും ലോകത്തിന് അനുരൂപര ആകരുത്. ഇതാണ് നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതായിരിക്കുന്ന ഒരു വസ്തുത. പ്രത്യേകിച്ച് യുവാക്കളായിരിക്കുന്നവർ, എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ ആയിരിക്കുന്നു, പ്രിയ കുഞ്ഞുങ്ങൾ. ഒരു പക്ഷേ നിങ്ങൾ ബാംഗ്ലൂരിലോ എറണാകുളത്തോ ഒക്കെ ഇന്നല്ലെങ്കിൽ നാളെ പോയെന്നിരിക്കും, ജോലികളുടെ ബന്ധത്തിൽ പോയെന്നിരിക്കും. ഒരു പക്ഷെങ്കിൽ അവിടെ ഏതെല്ലാം സാഹചര്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ എപ്പോഴും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ജീവനും വിശുദ്ധിയും ദൈവപ്രസാദവും തന്ന വലിയവനായിരിക്കുന്ന ദൈവത്തിന് അനിഷ്ടമായത് നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരുവാൻ പാടില്ല. അതാണ് നമുക്ക് വളരെ അത്യാവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ. ലോകത്തിന് അനുരൂപപ്പെടരുത്. ലോകത്തിന് നമ്മൾ ഒരിക്കലും അനുരൂപപ്പെടരുത്. ലോകം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയരെ? ലോകത്തിൻ്റെ പ്രഭു ആരാണ്? സാത്താനാണ്. അതുപോലെ രക്ഷിക്കപ്പെടാത്ത എല്ലാവരിലും ആരുണ്ട്? സാത്താനുണ്ട്. ലോകത്തിൻ്റെ പ്രഭുവുണ്ട്. നാം സ്കൂളിൽ കോളേജിൽ നാം പോകുമ്പോൾ, പഠിക്കുമ്പോൾ, അല്ല നമ്മൾ ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ, അല്ല നമ്മൾ ഏതെങ്കിലും ബിസിനസ്സുള്ള ബന്ധത്തിൽ നാം കടന്നു പോകുമ്പോൾ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. നാം മറ്റുള്ളവരുമായിട്ട് നമ്മൾ സംസാരിച്ചേ മതിയാകുകയുള്ളൂ. അവരോട് തിരിഞ്ഞേ പറ്റിയുള്ളൂ. എല്ലാ കാര്യങ്ങളും അവരുമായിട്ട് നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്തേ പറ്റത്തുള്ളൂ. എന്നാൽ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്, രക്ഷിക്കപ്പെടാത്ത എല്ലാവരിലും ആരുണ്ട്? ആരുടെ ആധിപത്യമുണ്ട്? സാത്താൻ്റെ ആധിപത്യമുണ്ട്. അങ്ങനെയുള്ളവരോട് നാം ഒരിക്കലും മമത കാണിക്കരുത്. ദൈവം എന്തിനാണ് നമ്മെ വിവിധ സ്ഥലങ്ങളിലാക്കിയിരിക്കുന്നത്? എന്തിനാക്കിയിരിക്കുന്നത്? അവരെ പോലെ നമ്മളാകുക എന്നല്ല, നമ്മളെപ്പോലെ അവരാകുക എന്നുള്ള ദൈവ ഉദ്ദേശം. ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. നാം അവരെ പോലെ ആകരുത്. നാം ദൈവത്തിൻ്റെ പ്രസാദമുള്ളവരായിരിക്കാൻ, ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം കഴിപ്പാൻ്റെ ഗുണം നാം ഈ ലോകത്തിന് അനുരൂപരായി നാം തീരുന്നത്. യുവാക്കളോട് എനിക്ക് ഒരു ചെറിയ സന്ദേശം എനിക്കിവിടെ പറയുവാൻ തക്കണമുണ്ട്. നാം ഒരിക്കലും ലോകത്തോട് അനുരൂപരാകും എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തോട് അനുരൂപരാകരുതെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസംഗിക്കുന്നതും പാട്ട് പാടുന്നതും മാത്രമല്ല. പ്രസംഗിക്കുവാൻ ആർക്കും കഴിയും, പാട്ട് പാടാൻ ആർക്കും കഴിയും. എന്നാൽ ദൈവനാമം മഹിമപ്പെടണമെന്നുണ്ടെങ്കിൽ എന്നെ കാണും. മുടി മുതൽ കാൽപാദം വരെ കാണുന്ന ഒരു ജനമാണ് നമ്മുടെ ചുറ്റുപാടുള്ളത്. നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ വീട്ടുകാർ, നമ്മുടെ ബന്ധുക്കൾ നമ്മളെ കാണുന്നുണ്ട്, തലമുടി മുതൽ പാദം വരെയും. നമുക്കൊരു സാക്ഷ്യമായിരിക്കുന്ന ഒരു ജീവൻ നയിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഇടപെടേണ്ട രീതിയിലല്ലാതെ ഒരിക്കലും നമ്മൾ ഇടപെടുവാൻ പാടില്ല. അതുമാത്രമല്ല, അതുകൊണ്ട് നാം ദൈവനാമം മഹിമപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഇവിടെ നാം മനസ്സിലാക്കണം. ഞാൻ പറയട്ടെ പ്രിയരെ, എൻ്റെ കമ്പനിയിൽ എൻ്റെ ഓഫീസിലുള്ള ഒരാൾ പൂജാരിയായിരുന്നു. ഒരു പ്രാവശ്യം പൂജാരിക്ക് ഫോൺ വന്നു, എൻ്റെ മകളുടെ വിവാഹമാണ്, തീർച്ചയായിട്ടും വരണം, ആ പൂജ നടത്തണം. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാനിപ്പോൾ ജോലിയിലാണ്, എനിക്ക് പൂജയ്ക്ക് വരാൻ സാധ്യമല്ല. അതുമാത്രമല്ല, എനിക്കൊരു ഡ്രസ്സുണ്ട് പൂജയ്ക്ക്, ആ ഡ്രസ്സില്ലാതെ എനിക്ക് വരാനൊക്കത്തില്ല. ഈ ഫാൻസി ഷർട്ട് ഇട്ടുകൊണ്ട് എനിക്ക് പൂജ നടത്താനൊക്കത്തില്ല. എനിക്കൊരു ഡ്രസ്സുണ്ട്. ഇവരെ നോക്കുക, കല്ലും മണ്ണിനെ ആരാധിക്കുന്ന ഒരു വ്യക്തി പറയുന്ന സാക്ഷ്യമാണ്. താൻ എന്താണ് പറയുന്നതെന്നറിയാമോ? എനിക്കൊരു ഡ്രസ്സുണ്ട്. എന്തിൻ്റെ ഡ്രസ്സ്? പൂജ നടത്താൻ ആ ഡ്രസ്സില്ലെങ്കിൽ എനിക്ക് പൂജ നടത്താൻ പറ്റത്തില്ല. ഇതിന് ശേഷം അവിടെ പോയതിനു ശേഷം വളരെ ദൂരെയായിരുന്ന കല്യാണം. ഫോണിൽ മന്ത്രം ചൊല്ലിക്കൊടുക്കുമ്പോഴും താൻ ആ വസ്ത്രം ഉടുത്തുകൊണ്ടാണ് പൂജ നടത്തിയത്. ആ വസ്ത്രം ഊരി വെച്ച് വേണമെങ്കിൽ ഫാൻ ഷർട്ട് കൊണ്ട് എടുത്തുകൊണ്ട് വേണമെങ്കിൽ നടക്കാം. നമ്മൾ വിശ്വാസമാണെങ്കിൽ എങ്ങനെയാ ആക്കിയോട്ടെ, ആര് ചോദിക്കാനാ? ഇവിടെ 10 or 15 സഭയുണ്ട്. എവിടെയെങ്കിലും ഒന്നിലോട്ടങ്ങ് ജമ്പ് ചെയ്ത് പോയാൽ പോരെ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ അതല്ല പ്രിയരെ, നാം നമ്മുടെ ജീവിതത്തിൽ ലോകത്തോട് നാം അനുരൂപരാകുവാൻ നാം ഒരിക്കലും പാടില്ല. അത് വളരെ വളരെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാമല്ലോ, ഉദാഹരണമായിട്ട് ഞാൻ വേറൊന്നുമ്പോൾ ഞാൻ അടുത്ത ഭാഗത്തേക്ക് ഞാൻ കടന്നു പോവുകയാണ്. മിലിറ്ററി ജോലി ചെയ്ത ആൾ,
അല്ലെങ്കിൽ പോലീസിൽ ജോലി ചെയ്ത ആൾ അവിടെ നമ്മുടെ നാട്ടിൽ വരികയാണ്, ഒരു ബാർബർ ഷോയിൽ പോയി കഴിഞ്ഞാൽ എന്താ പറയുന്നത്? എങ്ങനെ കട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്? പറയുമോ ഇല്ലയോ? പറയുമോ? എന്താ പറയുന്നത് മോളെ? മിലിറ്ററി കട്ട്. മിലിറ്ററി കട്ടെന്ന് പറഞ്ഞാൽ മതി, അവർക്ക് മനസ്സിലായി. ഇനി മിലിറ്ററി, അവൻ റിട്ടയർഡ് ആയിട്ട് ആ മിലിറ്ററിയിലുള്ള ആളെ, പോലീസിലുള്ള ആളെ 10 വർഷം ഈ കേരളത്തിൽ താമസിച്ചതിന് ശേഷം ഒരു പക്ഷെങ്കിൽ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ ഉടനെ ആ മുഖം നോക്കുമ്പോൾ ഞാൻ ചോദിക്കും, എന്താ സാറ് മുമ്പ് മിലിറ്ററിയിലായിരുന്നു? ആണോ ഇല്ല പറയാതെ? മിലിറ്ററിയിലായിരുന്നു, അല്ല പോലീസിലായിരുന്നു. എന്താ കാര്യം? എന്തുവാ ഇത്? നമ്മുടെ ജീവിതത്തെ കണ്ടുകൊണ്ട് ഇന്ന് പറയുവാൻ കഴിയുമോ? നാം ഇന്ന് ലോകത്തിന് അനുരൂപരായിക്കൊണ്ട് പോയിരിക്കുകയല്ലേ? ചിന്തിച്ചു നോക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് എങ്ങനെ ജീവിക്കാവുന്നതാണോ? ഒരു സർദാറിനെ നോക്ക, സർദാറിന്റെ കുഞ്ഞിനെ നോക്ക്, അവർക്ക് മാറ്റമുണ്ടോ? നമുക്ക് എങ്ങനെയാകും? പ്രിയരെ, ലോകത്തിന് അനുരൂപരാകുവാൻ പാടില്ല. നമ്മളെ കൊണ്ട് മറ്റുള്ളവർ വലിയവനായിരിക്കും ദൈവത്തെ അറിയണം, കാണണം. അതാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത്, ആവശ്യമായിരിക്കുന്നത്. ഒരു കാര്യം ഒരിക്കലും മറന്നു പോകരുത്. നാം എവിടെയായിരുന്നാലും, ഒരു പക്ഷേ നമ്മൾ കോളേജിലായിരിക്കാം, സ്കൂളിലായിരിക്കാം, ജോലിയുള്ള ബന്ധത്തിലായിരിക്കാം, നമ്മുടെ അനേക കൂട്ടുകാരുണ്ട്. അവരുടെ പറയുന്ന വാക്കുകളൊക്കെ വളരെ ഇമ്പമേറിയതാണ്. വലിയ ചക്കര വാക്കുകളൊക്കെ അവർ പറയും. എന്നാൽ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്, നമ്മുടെ അപ്പനും അമ്മയും പഠിപ്പിച്ച പാഠശാലയുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ പാഠശാല. ഏറ്റവും വലിയ പാഠശാല ഏത് പാഠശാലയാണ്? നമ്മുടെ വീടാണ്. നമ്മുടെ അപ്പനും അമ്മയും പഠിപ്പിച്ചതായിരിക്കുന്ന ആ പാഠശാലയുണ്ടല്ലോ, മോനെ അത് ചെയ്യരുത്, മോളെ അവിടെ പോകരുതെന്ന് പറയുന്നതായിരിക്കുന്ന ആ വാക്കുകൾ, അതിന് വില കൊടുക്കണം. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ഇന്ന് ചിന്തിക്കുന്ന 4-5 വർഷം കഴിയുമ്പോൾ അവർ ബലൂൺ സൂര്യ കുത്തുമ്പോൾ പോകുന്നതുപോലെ എന്ന് അങ്ങ് പോകും. അവരാരും നിങ്ങളുടെ കൂടെ കാണത്തില്ല. ഒടുവിൽ ആരുണ്ട് നിങ്ങളുടെ കൂടെ? പെറ്റതുള്ള തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കുകയില്ല. അമ്മ മാത്രമേ നിങ്ങളോട് കൂടെ കാണുകയുള്ളൂ. കാരണമുണ്ട്, 9 മാസം വയറ്റിൽ വളർത്തിക്കൊണ്ട് അതിന് ശേഷം ഒരു പങ്കാളിയെ ലഭിക്കുന്നത് വരെ, ഇവൻ ഈ പങ്കാളി ലഭിച്ചു കഴിഞ്ഞാലും പിന്നെ തലവേദനയുണ്ട്, പങ്കാളി ലഭിക്കുന്നത് വരെ കൈ പിടിച്ച് കാലും പിടിച്ച് നടത്തിക്കൊണ്ട് വരുന്ന ആ അമ്മയുണ്ടല്ലോ, ആ അപ്പനുണ്ടല്ലോ, അവരെ നിങ്ങൾ ഒരിക്കലും ചെറിയ ചെറിയ ചക്കര വാക്കുകൾ പറഞ്ഞുകൊണ്ട് വരുന്ന ചിലരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ഒരിക്കലും ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്. ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത് പറയുവാൻ കൊണ്ട് ഇവിടെ പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുവാൻ കാരണം, ദൈവം ചെയ്തിട്ടുള്ള നന്മകൾ എന്താണ്? നിനക്ക് ഞാൻ ജീവൻ തന്നിട്ടുണ്ട്, ഞാൻ നിനക്ക് വിശുദ്ധി തന്നിട്ടുണ്ട്, ഞാൻ നിനക്ക് ദൈവപ്രസാദം തന്നിട്ടുണ്ട്. ഈ 3 നടന്നിരിക്കുന്ന ഒരു യാഗത്താലാണ്. എൻ്റെ മകനെ ഞാൻ കൊടുത്തു കാൽവരി ക്രൂശിൽ, എൻ്റെ മകനെ ഞാൻ കാൽവരി ക്രൂശിൽ കൊടുത്തുകൊണ്ട് യാഗത്താൽ ഒരിക്കലായിട്ട് തണുന്നതായിരിക്കുന്ന ആ രക്തച്ചൊരിച്ചിലുണ്ടല്ലോ, ആ രക്തച്ചൊരിച്ചിൽ കരഞ്ഞുകൊണ്ട് ഞാൻ 2ാമത്തെ ഭാഗം പറയാണ്. അതിൻ്റെ തന്നെ അർത്ഥം ദൈവത്തിൻ്റെ മനസ്സലിവ് എന്നുള്ളതിന് വേറൊരു അർത്ഥം കൂടെ പറയുകയാണ്. ദൈവത്തിൻ്റെ മനസ്സലിവ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഉള്ളിരിപ്പെന്നുള്ളത് മാത്രമല്ല, ദൈവത്തിൻ്റെ മനസ്സലിവ്. ദൈവം മനസ്സലിഞ്ഞു. ദൈവത്തിൻ്റെ കരുണയ കാൽവരി ക്രൂശിൽ നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ ഈ കാൽവരി ക്രൂശിലുള്ളതായിരിക്കുന്ന ആ സ്നേഹം കാണുമ്പോൾ നമുക്ക് എങ്ങനെ ചില ഇതുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയും. ഒരിക്കൽ ഇപ്രകാരം ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരു നാസ്തികനായിരിക്കുന്ന വ്യക്തി, സാറേ എൻ്റെ 2 കാലുമില്ല, ഞാൻ പോകേണ്ട പാത മുഴുവൻ ഈ കുപ്പിച്ചില്ലുകൾ നിറഞ്ഞ റോഡാണ്, എനിക്ക് ആ സഭയിൽ പോകണം, ഞാൻ ഈ കുപ്പിച്ചില്ലുകളുടെ മേളിൽ കൂടി ഞാൻ നടന്നു പോകും, ഈ കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണമായിട്ടും എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓ പ്രിയരെ, കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ കാലില്ലാത്ത ഞാൻ ഞാൻ അസംബ്ലി ഹാളിൽ പോകും ദൈവത്തെ ആരാധിപ്പാനായിട്ട്. പ്രിയരെ, നാമോ ചില്ലറ കാര്യങ്ങൾ വരുമ്പോൾ നാം ലോകത്തിന് അനുരൂപരായി തീരുകയാണ്. എത്രയോ വിഷമം തെറിഞ്ഞ ഒരു സംഗതിയാണെന്ന് നാം ഓർക്കുക. ഒരു നമ്മുടെ ദാനിയേലിനെ യോസേഫിനെ നമുക്ക് എടുക്കാം. വലിയ പ്രതിസന്ധികൾ കടന്നുപോയി കണ്ടിട്ട് വന്നു. എന്നാൽ ദാനിയേൽ എന്താ പറഞ്ഞത്? ഞാൻ മരിക്കേണ്ടി വന്നാലും ഞാൻ എൻ്റെ ദൈവത്തെ പറഞ്ഞ് ഞാൻ ജീവിക്കുകയില്ല. പേരെ ഇതായിരിക്കണം കുഞ്ഞുങ്ങളെ, നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളോട് എനിക്ക് പറയുവാൻ കൊണ്ടുള്ളത് അത് മാത്രമാണ്. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പഠിപ്പിച്ചതായിരിക്കുന്ന പാത അതൊരിക്കലും മറന്നു പോകരുത്. അവരുടെ തലയെ താഴ്ത്തുവാൻ കൊണ്ട് ഒരിക്കലും നമ്മൾ ഇടയാക്കരുത്. അതാണ് എനിക്ക് പറയുവാൻ കൊണ്ടുള്ളത്. നമുക്കറിയാമോ,
ഒരു മാതാവ്, പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ഒരു മാതാവ് തൻ്റെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ അപ്പൻ്റെ മോട്ടോർ സൈക്കിളിൽ പുറകിലിരിക്കുമ്പോൾ എന്താ പറയുന്നത്? അച്ഛാ പെതുക്കെ പോണം. എന്തിനാ? എൻ്റെ വയറ്റൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞാണ് നിങ്ങൾ ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ. നിങ്ങൾക്ക് വേണ്ടി നിന്റെ അപ്പനും അമ്മയും എത്രമാത്രം പ്രയാസപ്പെട്ടു എന്നുള്ളത് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ, ഒരു ഹമ്പടിക്കുമ്പോൾ ആ സമയത്ത് പറയും, അച്ഛാ ഒന്ന് പെതുക്കെ പോ, എൻ്റെ വയറ്റൊരു കുഞ്ഞുണ്ട്. അത്രമാത്രം കേറിയതായിരിക്കുന്ന ആ ഒരു മാതാപിതാക്കൾ, ആ ഒരു പങ്കാളി ലഭിക്കുന്നത് വരെയെങ്കിലും ഈ മാതാപിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച്, മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കണം, മുൻപോട്ട് പോകണം. നിങ്ങൾ ഒരിക്കലും ലോകത്തിന് അനുരൂപരാകരുത്. അത് നമുക്കറിയാം. ഞാൻ എന്തിനാണ് ഈ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഉള്ളവരാരും അങ്ങനെ ജീവിക്കുന്നുള്ളവരാണെന്നുള്ളതല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഈ നിങ്ങളൊക്കെ നല്ല കുഞ്ഞുങ്ങളാണ്. എന്നാൽ ഒരു കാര്യം, ഒരു സ്കൂൾ ഉണ്ടെങ്കിൽ അതിനിപ്പുറത്തൊരു ബോർഡുണ്ട്. എന്തുവാ? സ്കൂൾ ഏരിയ ഇല്ലേ? ഒരു റെയിൽവേ പാളം ഉണ്ടെന്നുണ്ടെങ്കിൽ, റെയിൽവേ ക്രോസിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പുറത്ത് എന്തോ കാണും? ഒരു ഫോട്ടോ കാണും. ഒരു കർവ് ഉണ്ടെങ്കിൽ, റോഡ് അങ്ങനെ കർവായിട്ടുള്ള റോഡാണെങ്കിൽ എന്തോ കാണും? എന്തിനാ? അപകടം വരാതിരിക്കാൻ. നിങ്ങളാരും തെറ്റെന്നുള്ള രീതിയിലല്ല ഞാനീ പറയുന്നത്. ഇത് പലയിടങ്ങളിൽ ഇത് കടന്നു പോകും. പലർക്കും ഈ വാർത്ത കേൾക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളാരും തെറ്റെന്നുള്ള രീതിയിലല്ല ഞാനീ പറയുന്നത്. എന്നാൽ അപകടം സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. കാരണം ഈ ലോകം അതിന് ഒരിക്കലും നമ്മെ ലോകത്തിന് അനുരൂപമാകാത്തതായിരിക്കുന്ന ഒരു വഴിയിൽ കൂടി പോകുവാൻ തക്കണം അനുവദിക്കാത്തതായിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നാം മറന്നു പോകരുത്, ഈ പാത നമുക്ക് എപ്പോഴും നല്ല പാതയാണെന്ന്. ദൈവത്തെ അനുസരിച്ച് എനിക്ക് വേണ്ടി ജീവൻ തന്ന, എനിക്ക് വേണ്ടി എനിക്ക് വിശുദ്ധി തന്ന, എനിക്ക് ദൈവപ്രസാദം തന്നതായിരിക്കുന്ന എൻ്റെ കർത്താവ് ഏകയാഗത്താൽ സകലം എന്നേക്കുമായി ചെയ്തു തന്ന, ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തതായിരിക്കുന്ന എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ ചില കൂട്ടുകാർ നിമിത്തം, ചില സ്ഥാനങ്ങൾ നിമിത്തം, ചില മാനങ്ങൾ നിമിത്തം ഒരിക്കലും നമ്മുടെ കർത്താവിനെ നാം മറന്നു. പ്രിയരെ, നാം ഇവിടെ ആരാധനയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്നു. കുഞ്ഞുങ്ങളോടുള്ളതല്ല, നാം വലിയവരോടുകൂടി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ലോകത്തിന് അനുരൂപരായിട്ടാണോ ഇന്ന് ആരാധനയ്ക്ക് കടന്നു വന്നിരിക്കുന്നത്? ഒരുപക്ഷെ നിങ്ങളെല്ലാവരും പറയില്ല, ഞങ്ങളെല്ലാവരും ലോകത്തിന് അനുരൂപരായിട്ടല്ല. ഒരു വാക്കുകൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് സമാപ്തി കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഒരു പാസ്റ്റർ ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടുകൊണ്ട് പുറകിൽ ഒരു അമ്മച്ചി ഇരിപ്പുണ്ട്. ആ പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ അമ്മച്ചി കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പാസ്റ്റർ വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി സ്പിരിറ്റ് കൂടി, ആത്മാവ് കൂടി. അപ്പോൾ കാരണം ഒരു സഹോദരി, ഒരു അമ്മച്ചി എൻ്റെ മെസ്സേജ് കേട്ടുകൊണ്ട് കരയുകയാണല്ലോ, എന്നാൽ അല്പം കൂടെ പറഞ്ഞേക്കാം. അല്പം കൂടെ പറഞ്ഞതിന് ശേഷം, മെസ്സേജ് നിർത്തിയതിന് ശേഷം അമ്മച്ചിയുടെ അടുത്ത് പോയി ചോദിച്ചു, അമ്മച്ചി ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു, മെസ്സേജ് എങ്ങനെ ഉണ്ടായിരുന്നു അമ്മച്ചി? ഇന്ന് ഒത്തിരി കരഞ്ഞല്ലോ. പാസ്റ്ററുടെ ഈ താടിമീശ ഉണ്ടല്ലോ, ഈ താടിമീശ കണ്ടപ്പോൾ എനിക്കൊരു താടിമീശയുടെ ഒരു ആടുണ്ടായിരുന്നു, ആട് ചത്തുപോയി. നോക്കുക, ആരാധനയ്ക്ക് വന്നിരിക്കുക, ദൈവത്തെ ആരാധിപ്പാനായിട്ട് വന്നിരിക്കുക. പാസ്റ്റ് വളരെ ഇതായിട്ട് മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുക, അമ്മച്ചി കരയുക. അമ്മച്ചിയുടെ ചിന്ത എവിടെ? ലോകത്തിന് അനുരൂപമാണോ ഇല്ലയോ? നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇവിടെ ഇരുന്നു കൊണ്ട് ലോകത്തിന് അനുരൂപരാകാതെ നമുക്ക് ആരാധിപ്പാൻ കഴിയുന്നുണ്ടോ? പലപ്പോഴും ഇവിടുത്തെ ബൾബ് പോകുമ്പോൾ നമ്മുടെ കിച്ചണിൽ പോകും, എടാ ഹീറ്റർ ഓണാണോ അല്ലയോ, എന്തു പറ്റി, എൻ്റെ മോൻ ഇന്ന് യാത്ര തിരിക്കേണ്ടതാണ്, അവിടെ തിരിച്ചോ, വാഹനം ലഭിച്ചോ? ഈ പല ചിന്തകൾ നമ്മെ ഭരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ ആരാധനയ്ക്ക് എന്താ പേര് പറയേണ്ടത്? ലോകത്തിന് അനുരൂപമായി. ഇത് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ആരാധന ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ശരീരത്തെ യാഗമായി അർപ്പിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ചിന്തകളെയും, എല്ലാ ജഡീകമായിരിക്കുന്ന രീതികളെയും, എല്ലാവിധമായിരിക്കുന്ന കൺമോഹത്തെയും, എല്ലാ ചാൽചലനത്തെയും നാം എന്ത് ചെയ്യണം? മരിപ്പിക്കണം. അതാണ് ആവശ്യമായി. ഒരിക്കൽ ഒരു മോന് അമ്മയ്ക്കൊരു ടെലഗ്രാം അടിച്ചു. പണ്ടത്തെ കാര്യമാണ്. ടെലഗ്രാം അടിച്ചു. അമ്മയുടെ മോന്, ആ മോനെന്ന് എഴുതിയിരിക്കുന്നത് മരിച്ചുപോയി. അമ്മയുടെ മോൻ മരിച്ചുപോയി. വേറെ ആരോ എഴുതിയിരിക്കുക ടെലഗ്രാം അടിച്ചിരിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് കിട്ടിയപ്പോൾ എൻ്റെ മോൻ മരിച്ചോ? അയ്യോ, എൻ്റെ മോൻ മരിച്ചുപോയി. ഉടനെ അവിടുന്ന് ടാക്സി എടുത്തു, വീട്ടിൽ വന്നു. മോൻ്റെ അവിടെ മോൻ ഗേറ്റിൽ അവിടെ നിൽപ്പുണ്ട്.
അരേ നീ എന്തോ ആരാ ഇങ്ങനെ ടെലഗ്രാം എനിക്ക് അടിച്ചത്, ആ പാടെ കഷ്ടപ്പെട്ട പോലെ ഇത്രയും കഷ്ടപ്പെട്ട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? അവൻ്റെ മേൽ ചാടിക്കയറി. അമ്മയുടെ മോൻ മരിച്ചു. അമ്മയുടെ മോൻ മരിച്ച മോനെ കാണണോ? ഒരു പെട്ടിക്കകത്ത് കുറേ സിഗരറ്റും കുറേ കുപ്പി ബോട്ടിലും എല്ലാം കിടപ്പുണ്ട്. അമ്മയുടെ മോൻ മരിച്ചു. ആ മരിച്ച മോൻ ഇതാ കിടക്കുന്നത്. ഇതിപ്പോൾ ഈ മരിച്ച ഈ മോനല്ലാതെ അമ്മയുടെ ആ മോനല്ല ഇത്. അമ്മയുടെ മോൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ മരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഈ ഒരു മരണം ഉണ്ടാകാത്തിടത്തോളം കാലം ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന ഒരു ആരാധന കഴിപ്പാൻ കഴിയുകയില്ല. നമുക്ക് ജീവൻ തന്നിട്ടുണ്ട്, നമുക്ക് വിശുദ്ധിയെ തന്നിട്ടുണ്ട്, നമ്മുടെ മേൽ ദൈവപ്രസാദം തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ വലിയവനായിരിക്കും ദൈവത്തെ ആരാധിക്കണമെങ്കിൽ നമുക്ക് ലോകത്തിന് അനുരൂപരായി നാം ദൈവത്തെ ആരാധിപ്പാൻ കൊണ്ടും സാധ്യമല്ല പ്രിയരെ. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് നമ്മുടെ ആരാധന എപ്രകാരമാണ്, നാം ലോകത്തിന് അനുരൂപരായി നാം ആണോ ദൈവത്തെ ആരാധിക്കുന്നത് നമ്മൾ ചിന്തിച്ച് നോക്കാം. നാം ലോകവുമായിട്ട് ബന്ധപ്പെട്ടാണോ? ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട എന്ന് പാർത്ത് പാടി പറയും. ഇപ്പോൾ എങ്ങനെ പാടുന്നേ? ലോകമല്ലാതെ എനിക്കൊന്നും വേണ്ട എന്ന് പാടുന്നതായിരിക്കുന്ന ഒരു കാലയളവിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. ഇത് വാസ്തവമല്ലേ പ്രിയരെ? ഇത് വാസ്തവം തന്നെയാണ്. നമുക്കൊന്ന് ഉണരാം, നമുക്ക് വിശുദ്ധിയെ ഗ്രഹിക്കാം, നമുക്ക് നിത്യജീവൻ പ്രാപിച്ചുകൊണ്ട് ദൈവപ്രസാദം പ്രാപിച്ചുകൊണ്ട് വാസ്തവത്തിൽ ദൈവാരാധന എപ്രകാരമാണോ ആ രീതിയിൽ ദൈവത്തെ ആരാധിപ്പാൻ നമ്മുടെ ശരീരത്തെ മരിപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരു യാഗമായി സമർപ്പിക്കാം. മൃഗങ്ങളെ യാഗം കഴിക്കുമ്പോൾ അത് മുറിച്ചിടുമായിരുന്നു. എന്നാൽ നമ്മളെ മുറിക്കുകയല്ല ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തെ മരിപ്പിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാം. നല്ലൊരു ദൈവ ആരാധന നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദിവസങ്ങളിൽ നടത്തട്ടെ. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു വാക്യം പ്രാർത്ഥിക്കാം. പിതാവേ, ഇന്നും അടിമകനെ ആരാധിക്കാൻ കൃപ തന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കർത്താവ് ആഗ്രഹിക്കുന്ന ആരാധന പൂർണ്ണമായും